വീണ ടി പ്രതിയായിട്ടുള്ള മാസപ്പടി കേസിൽ ഇ.ഡി. ഒരു നിർണായകമായ നീക്കം നടത്തി. തിരുവനന്തപുരത്ത് MG റോഡിലുള്ള HDFC ബാങ്കിന്റെ ലോക്കർ തുറന്ന് പരിശോധന. അതായത് വീണയുടെ ലോക്കർ തുറന്ന് പരിശോധന നടത്തുന്നു. വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഒന്നിനു പുറകെ ഒന്നായി എടുത്ത് പരിശോധിക്കുന്നു. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. 8 മണിക്കൂറോളം കഴിഞ്ഞ ദിവസം ഇ.ഡിയുടെ കൊച്ചി ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ വീണ നൽകിയ പല ഉത്തരങ്ങളും ഇ.ഡിയെ തൃപ്തരാക്കിയില്ല. എന്ന് പറഞ്ഞാൽ അവ്യക്തമായ ഉത്തരങ്ങളാണ് പലതും നൽകിയത്. ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടത് നിങ്ങളും ഈ CMRL കമ്പനിയും തമ്മിലുള്ള ബന്ധം എന്താണ്? വീണ പറഞ്ഞത് അത് ചില സേവനങ്ങളൊക്കെ ചെയ്തു, അതെന്താണെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനുള്ള തെളിവുകളോ രേഖകളോ ഇല്ല. അതായത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് പല അക്കൗണ്ടിൽ നിന്ന് പണം നൽകി, പണം വന്നു, അതിൻ്റെ ട്രാൻസാക്ഷൻ നടന്നു. പക്ഷേ ഇതിൻ്റെ ഒന്നും തന്നെ രേഖകൾ എൻ്റെ കൈവശമില്ല. ഇത് വല്ലാത്തൊരു കുറ്റമാണ്. മാത്രവുമല്ല, ഈ പണം എന്തിനൊക്കെ ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോഴും വീണയ്ക്ക് കൃത്യമായ ഉത്തരമില്ല. അതിന് പറയുന്ന കാര്യം കമ്പനി അടച്ചുപൂട്ടി, പഴയ ജീവനക്കാരൊക്കെ പോയി, അതുകൊണ്ട് തെളിവൊന്നുമില്ല. മാത്രമല്ല SFIOയ്ക്ക് കൊടുത്ത ചില രേഖകളുണ്ട്. അതിനകത്ത് വീണ പറഞ്ഞ കാര്യങ്ങളും ഇ.ഡിയോട് പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകളുമുണ്ട്. അപ്പം SFIO കണ്ടെത്തിയ ഈ ഗുരുതരമായ ക്രമക്കേടുകളുണ്ടല്ലോ, അതിനെ ശരിവെക്കുന്ന രീതിയിലാണ് വീണയുടെ ഈ ഇ.ഡി കണ്ടെത്തിയ പുതിയ കാര്യങ്ങൾ. ആ തെളിവുകൾ കണ്ടപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ അടുത്ത്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് മാധ്യമങ്ങൾ ചോദിച്ചു, അല്ല ഇങ്ങനെ റെയ്ഡ് നടക്കുന്നല്ലോ, അപ്പോൾ പറഞ്ഞാണ് വീണയുടെ ലോക്കറിൽ വിസ്മയമുണ്ടെന്ന്. അപ്പോൾ വിസ്മയങ്ങൾ ഒരുപാട് ഒളിപ്പിച്ചിട്ടുണ്ടാവുമോ? യഥാർത്ഥത്തിൽ ഈ കേസ് മൊത്തം ഒരു വിസ്മയമാണല്ലോ. ഇപ്പോൾ ഈ റെയ്ഡിന് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. ഈ ഇ.ഡിയുടെ റെയ്ഡും ഒടുവിൽ ഇ.ഡിയുടെ മുമ്പിൽ ഹാജരാകുന്നു, ചോദ്യം ചെയ്യുന്നു, 9 മണിക്കൂർ ഇരിക്കുന്നു. അതിനുശേഷം സംതൃപ്തരാകാതെ അവർക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാതെ പ്രതിയായി നിൽക്കുന്ന വീണ തൈക്കണ്ടി വീണ്ടും സമൻസ് അയക്കാൻ തീരുമാനിക്കുന്നു. വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരുന്നു. അതിനിടയിൽ അവരുടെ ലോക്കർ പരിശോധിക്കേണ്ടി വരുന്നു. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലോക്കറിനകത്ത് പണമല്ലല്ലോ ഉണ്ടാവുക, ലോക്കറിനകത്ത് രേഖകളാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു വ്യവസായ സ്ഥാപനം നടത്തുന്ന ഒരാളുടെ രേഖകൾ ലോക്കറിൽ കൊണ്ടുപോയി സൂക്ഷിക്കാൻ മാത്രം സ്വകാര്യതയും ദുരൂഹതയും എന്തായിരിക്കും അത്? അവനവൻ്റെ വീട്ടിൽ അലമാരിയിൽ വെക്കാവുന്നതല്ലേ ഉള്ളൂ, അവനവൻ്റെ ഏർപ്പാട്. അതെ. അപ്പോൾ വിസ്മയമുണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് ലോക്കറിൽ വിസ്മയമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞെട്ടിക്കുന്ന വിവരങ്ങളുണ്ട്. അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ ആളുകളോ അതിനകത്ത് വിസ്മയമുണ്ട് ചെല്ല് എന്ന് പറഞ്ഞ് പരിഹസിച്ചതും ആകാം. പക്ഷേ ഇതിൽ യഥാർത്ഥ വിസ്മയം എന്താ? നമ്മളിപ്പോൾ ഈ കേസിൻ്റെ സ്വഭാവമൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്ന എന്താ? വീണ വിജയൻ എന്തോ വലിയ കൂർമ്മ ബുദ്ധിയുള്ളൊരു ക്രിമിനലാണ് എന്നല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ശരാശരിക്ക് താഴെ ബുദ്ധിയുള്ള ഒരു പാവം പെൺകുട്ടിയാവാനാണ് സാധ്യത. അവരുടെ ജീവിതം മുഴുക്കെ പരാജയമാണ്. അവരുടെ വിദ്യാഭ്യാസ കാലം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ പബ്ലിക് പ്രൊഫൈൽ ഡൊമൈനിലുണ്ട്, പുസ്തകമായിട്ടും പലതും ഉണ്ട്. അവരുടെ സ്വകാര്യ ജീവിതം എന്താ? അവരുടെ ആദ്യത്തെ വിവാഹം എന്ന് പറഞ്ഞാൽ അത് കുടുംബം പോലും അറിയാതെ അവർ ചെന്നുപെട്ടൊരു സംഗതിയാണ്. അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോകുന്നത്. അതിൽ കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ പോലും നടക്കുന്നത്. പിന്നീട് ഒരു 2ാം വിവാഹം നടക്കുന്നു. അതിൻ്റെ പിന്നിൽ എന്തൊക്കെ അജണ്ടയുണ്ട്? ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇതിൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം നമ്മൾ ധരിക്കുന്നത് എന്താ? ഇ.ഡിയുടെ മുമ്പിൽ ഇതുവരെ ഹാജരായില്ല. ഇ.ഡിയുടെ മുമ്പിൽ ഹാജരാവാതിരിക്കാൻ, ഇ.ഡി ചോദ്യം ചെയ്യാതിരിക്കാൻ പിണറായി വിജയൻ അധികാരത്തിലിരുന്ന കാലത്തോളം ശ്രദ്ധിച്ചു, കഷ്ടപ്പെട്ടത് സാധിച്ചു. നിയമസഭയിൽ ചോദ്യം വന്നു, പിണറായി വിജയൻ വിക്ഷുബ്ധനായി. പിണറായി വിജയൻ ആ വീട്ടിലുണ്ടായിരുന്നു എന്ന കാരണത്താൽ ഇ ഡി ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ആ വീട്ടിൽ ഇടിക്ക് നേരെ ആക്രമണം ഉണ്ടായി, ഗുണ്ടകളെ വിളിച്ചു വരുത്തിയൊക്കെ. അത് കഴിഞ്ഞിട്ട് നേരിട്ട് ഇടിന് മുമ്പിൽ ഹാജരാവണം എന്ന് പറഞ്ഞപ്പോൾ അവസാനത്തെ തുരുമ്പ് എന്തായിരുന്നു? ഞാൻ വക്കീലിനെ പറഞ്ഞയക്കാം. അത് കഴിഞ്ഞിട്ട് നിവൃത്തിയില്ല, ചെന്നു. പിണറായി വിജയൻ തന്നെ കൈവിട്ടു, പാർട്ടി കൈവിട്ടു, ഭർത്താവ് കൈവിട്ടു, എല്ലാവരും കൈവിട്ടിട്ട് ഈ കുട്ടിയെ ഒറ്റക്ക് ഇ.ഡിയിലേക്ക് വിട്ടു. പോയി 9 മണിക്കൂർ ഇരുത്തി ചോദ്യം ചെയ്തു. എവിടെയും എത്താതെ വീണ്ടും സമൻസ് അയക്കാൻ തീരുമാനിച്ച് പിരിഞ്ഞു. ഇത്രയും കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ഇവൾ ഭയങ്കര സാമർത്ഥ്യക്കാരിയാണ്, അതുകൊണ്ട് സമർത്ഥമായി വിവരങ്ങൾ മറച്ചു പിടിച്ചിട്ട് ഒന്നും പറയാൻ ധൈര്യപ്പെടുന്നില്ല എന്നൊക്കെ അല്ലേ, പറയാൻ വിട്ടുകൊടുക്കുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മറുവശമാണ്. ഇനിയാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈ കുറ്റാന്വേഷണം ഒരു ശരിയായ പാതയിൽ പോകും. എപ്പോൾ ലോക്കർ തിരയുന്നു, അല്ലെങ്കിൽ വീണ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ HDFC ബാങ്കിൻ്റെ അക്കൗണ്ട് മാത്രമല്ല, സമാനമായ വിദേശത്ത് UAE അക്കൗണ്ട്, ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാതാവുന്നു. ഇതൊക്കെ വീണ തൈക്കണ്ടി ഒറ്റയ്ക്ക് ചെയ്തതാണെന്ന് വിശ്വസിക്കാൻ തീർച്ചയായും
ഇനി അങ്ങോട്ട് ഇടിക്കും കഴിയില്ല, മലയാളികൾക്കും കഴിയില്ല. സംഭവിക്കാൻ പോകുന്നത് എന്താ? യഥാർത്ഥത്തിൽ വീണ തൈക്കണ്ടി ഒരു ഇരയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ആർക്കും അങ്ങനെ വിശ്വസിക്കാനേ കഴിയൂ. കാരണം പിണറായി വിജയന്റെ ജീവിതത്തിൽ എന്നുള്ളൊരു ഇടപാട് എന്താണെന്നറിയോ? ഇതൊക്കെ ഒരു മനുഷ്യ ബോംബ് പോലെ ഈ സ്വന്തം കുടുംബത്തിനെ മറയാക്കി സ്വന്തം അഴിമതിയും താല്പര്യങ്ങളും. ഓർമ്മയുണ്ടോ SNC ലാവലിൻ കേസ് വന്നത്? ഏത് അക്കൗണ്ടിലേക്കായിരുന്നു പണം വന്നത്? അന്ന് മദ്രാസും ഇയാൾക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. മദ്രാസ് കേന്ദ്രീകരിച്ചിട്ട് കമല എക്സ്പോർട്സ് ഓർമ്മയുണ്ട്, ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു. ആ കമ്പനി കടലാസ് കമ്പനി ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല. ആ കമ്പനിയിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്നും ഒന്നുകിൽ ഭാര്യ, ഇപ്പോൾ ആരാ? ഈ കുട്ടി വലുതായി കഴിഞ്ഞപ്പോൾ മകളാണ്. ഇതിൽ എനിക്കറിയില്ല എന്ന് ആ കുട്ടി പറയുന്നുണ്ടാവും. ആ കുട്ടി ഒരുപക്ഷെ ഉള്ളാലെ കരഞ്ഞായിരിക്കും പറയുന്നത്. എനിക്കറിയില്ല. എന്താ അതിൻ്റെ യഥാർത്ഥം? ആ കുട്ടിക്ക് അറിയില്ല. ഈ വീണ പറഞ്ഞ ഒരു കാര്യമുണ്ട് EDയോട്, അതായത് ഈ CMRലുമായിട്ടുള്ള ഈ ബന്ധം തെളിയിക്കുന്ന അല്ലെങ്കിൽ ഇടപാടുകൾ നടത്തിയതിൻ്റെ രേഖകൾ അതൊന്നും തന്നെ കയ്യിലില്ല. പിന്നെ എങ്ങനെ സംഭവിച്ചു? CMRലിൻ്റെ പ്രതിനിധികളുമായിട്ട് നേരിട്ട് ചർച്ച നടത്തി. ഈ പറയുന്നത് തന്നെ പൊളിഞ്ഞു പോകത്തില്ലേ? കാരണം എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി, അവിടെ 2.78 കോടി രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ഈ അക്കൗണ്ടിൽ എന്ത് സേവനമാണ് നൽകിയത് അത് പറയാൻ കൃത്യമായിട്ട് ആ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് കഴിയുന്നില്ല. മാത്രമല്ല, നിങ്ങൾ ആ പണം എന്തിന് ചെലവഴിച്ചു കൃത്യമായ ഉത്തരവില്ല. അപ്പോൾ ഉത്തരങ്ങളിലെ അവ്യക്തത ED കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നു. SFIയോട് അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നൽകിയ മൊഴി അത് തരണമെന്ന് കോടതി പറഞ്ഞല്ലോ, അത് കിട്ടിയില്ലല്ലോ. അപ്പോൾ അതിലെ ഭാഗികമായ രേഖകൾ മാത്രമേ കിട്ടുള്ളൂ. അത് ഇന്നും നാളെയുമായിട്ട് പൂർണ്ണമായിട്ടും EDയുടെ കൈവശം കിട്ടുന്നതോടുകൂടി EDയുടെ മുമ്പിൽ കഴിഞ്ഞ ദിവസം വീണ എഴുതി നൽകിയത് ഉൾപ്പെടെയുള്ള മൊഴികൾ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ രണ്ടിനും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിൽ വീണയ്ക്ക് വീണ്ടും സമൻസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞാൽ വീണയുടെ ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പിതാവിൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അവിടെ വിസ്മയമുണ്ട്. ആരോടുള്ള പകയാ? നിലവിലുള്ള മുഖ്യമന്ത്രിയാണല്ലോ വിസ്മയത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയനിലേക്ക് ഈ അന്വേഷണം പോകാം. കാരണം വീണ മാഷ് പറയുന്ന പോലെ വീണ ഈ പറയുന്നത് അത്ര നന്നായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വ്യക്തിയാണെങ്കിൽ EDയുടെ മുമ്പിൽ പറഞ്ഞ പല ഉത്തരങ്ങളും എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി, അത് വ്യക്തതയില്ല എന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ 312 കോടി രൂപയുടെ ഒരു കണക്ക് SFIO കണ്ടെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ED അന്വേഷിക്കുന്നുണ്ട്. ആദായ നികുതി വകുപ്പിനെ വെട്ടിച്ചിട്ടുണ്ട്. ആ അന്വേഷണം ഒടുവിൽ പിണറായി വിജയന്റെ ചുറ്റും വന്ന് അല്ലെ? എക്സാക്ട്ലി. ഇതിൽ വിസ്മയം അതാണ് സംഭവിക്കാൻ പോകുന്നത്. പിണറായി വിജയൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, ഇപ്പോൾ സതീശനെ പരിഹസിച്ചതാണെങ്കിലും ഇല്ലെങ്കിലും, ഈ കേസിൽ അവസാനത്തെ ഉത്തരം വീണ കൊടുക്കും. ഗതികേടുമ്പോൾ കൊടുക്കുന്നൊരു ഉത്തരമായിരിക്കും, സാറേ ഇതൊന്നും ഞാനല്ല. അല്ലെങ്കിൽ ആർക്കാണ് പണം കൊടുത്തത്? വീണ തൈക്കണ്ടി എന്ന വ്യക്തിക്ക് ഈ കരിമണൽ മുതലാളി പണം കൊടുക്കേണ്ട കാര്യം എന്താ? കരിമണൽ മുതലാളി കരിമ്പട്ടികയിൽ വരേണ്ടതോ ആയൊരു കമ്പനിയല്ലേ? ഇന്നും അങ്ങനെ വരേണ്ടതാണ്. മാത്രമല്ല, ഈ കമ്പനി അയാളുടെ തറവാട്ട് വകയൊന്നുമല്ല. ആ കമ്പനിയിൽ നല്ലൊരു ശതമാനം പബ്ലിക് ഷെയർ ഉണ്ട്. മാത്രമല്ല, KSIDC എന്ന കേരള സർക്കാർ സ്ഥാപനത്തിന് നല്ല ഷെയർ ഉണ്ട്. ഇത് പൊതു സ്വത്താണേ. അദ്ദേഹം ഇതിന് നടത്തിപ്പുകാരനാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കമ്പനിയിൽ സംഭവിക്കുന്ന എന്താ? ആ കമ്പനിക്ക് എന്തായിരുന്നു പിണറായി വിജയനെ കൊണ്ട് ആവശ്യം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ട് കാര്യങ്ങളാണ് നടന്നത്. അതിപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, ഇത് ദേശീയ സുരക്ഷാ പ്രാധാന്യമുള്ള വ്യവസായമാണ്. കരിമണൽ എന്ന് പറയുന്നത് അപൂർവ ധാതുക്കൾ, മോണോസൈറ്റ്, ഇൽമനൈറ്റ്, ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ദേശീയ പ്രാധാന്യമുള്ള ധാതുക്കളാണ് ഈ മണലിലുള്ളത്. അതുകൊണ്ടാണല്ലോ ആ മണലിന് വില ഉള്ളത്. അതാണല്ലോ ആ മണലിൻ്റെ കയറ്റുമതി മൂല്യം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മേൽ അത് സംഭരിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനും കയറ്റി അയക്കുന്നതിനും സംസ്കരിക്കുന്നതിനൊക്കെ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ നിയമം കൊണ്ടുവന്നു. 2019 ആരാ കേരളം ഭരിക്കുന്നത്? പിണറായി വിജയൻ. 19 വന്ന ആ നിയമം, കേന്ദ്ര നിയമം, പിണറായി വിജയൻ്റെ ഗവൺമെൻറ് പൂഴ്ത്തിവെച്ചു കൊടുത്തു. ഏതുവരെ? 2024 വരെ. 5 കൊല്ലം നിർബാധം ഈ കരിമണൽ കടത്തിക്കൊണ്ടു പോകാനും വിൽപ്പന നടത്താനും ഈ മുതലാളിക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. ആരാ ചെയ്തു കൊടുത്തു? വീണ തൈക്കണ്ടി അല്ല, സാക്ഷാൽ പിണറായി വിജയൻ. ഒന്ന്. രണ്ടാമത്തെ കേസ് എന്താ? ഇതിൽ നിന്ന് വരുന്ന ഏറ്റവും ഭീകരമായ മാലിന്യങ്ങൾ, മാരകമാണ് മാലിന്യങ്ങൾ. നമ്മുടെ നദികളിലും നമ്മുടെ പുഴയിലും മണ്ണിലും ഒക്കെ ഈ മാലിന്യങ്ങൾ അതിഭീകരമാണ്, അത്യന്തം അപകടകാരിയാണ്. അതിൻ്റെ ക്ലിയറൻസ് കിട്ടാൻ വലിയ പാടാണ്. ഒരു കരിമണൽ വ്യവസായത്തിന് ക്ലിയറൻസ് കൊടുക്കേണ്ടത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. ചരിത്രത്തിൽ എപ്പോഴെങ്കിലും നീ കേട്ടിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ഓർത്ത് നോക്കൂ. എത്ര കാലമായി നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ട്? വ്യവസായ മന്ത്രിയുടെ കൂടെ നിർബന്ധമായി ഉണ്ടാകേണ്ട വകുപ്പാണ് പൊല്യൂഷൻ കൺട്രോൾ. ആ വകുപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരാൾ ഏറ്റെടുത്തു, ഒരു മുഖ്യമന്ത്രി. എന്തൊരു താല്പര്യം ആലോചിച്ച് നോക്കൂ. വ്യവസായ മന്ത്രിയിൽ നിന്ന്
ആലോചിച്ച് നോക്കണം. വ്യവസായ മന്ത്രിയിൽ നിന്ന് പൊല്യൂഷൻ കൺട്രോൾ എന്ന വകുപ്പ് മാത്രം പിണറായി വിജയൻ ഏറ്റെടുത്തു. എന്തിനായിരുന്നു അത്? എന്തായിരുന്നു സേവനം? അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസ് നിർബാധം കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ CMRലുമായിട്ട് എത്രയോ കാലമായിട്ട് വ്യവഹാരങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അപ്പോൾ ഒരു കാര്യം വളരെ കൃത്യമാണ്. 2.78 എന്ന് പറയുന്ന പണം അതൊരു കണ്ടെത്തിയത് മാത്രമാണ് കേട്ടോ. അതെ, അല്ല അത് ഈ പറയുന്ന വീണയുടെ അക്കൗണ്ടിലേക്ക് വന്നത് മാത്രമേ ഇന്ന് ED പറയുന്നത്. അപ്പൊ ഉപകാരസ്മരണയ്ക്ക് കമ്പനിക്ക് സേവനം കിട്ടാതെ കമ്പനി കൊടുക്കുവോ? മാസപ്പടി കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, സംഭാവന എന്നൊക്കെ വിചാരിച്ചോളൂ. പക്ഷെ ഈ പണം 2.78 കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്ന് വീണ പറഞ്ഞാൽ സത്യമാണ്. എന്തിനാണെന്ന് വാങ്ങിയവർക്ക് പിണറായി വിജയൻ ആകെ ചെയ്തിട്ടുണ്ടാവും എന്താ? മോളുടെ പേരിൽ ഇങ്ങനെ ഒരു കമ്പനി തട്ടിക്കൂട്ടി, പണ്ട് ഭാര്യയുടെ പേരിൽ ഉണ്ടാക്കിയതുപോലെ. അത് ട്രാൻസാക്ട് ചെയ്യാനുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഇവിടെയും ദുബായിലും ഒക്കെ തട്ടിക്കൂട്ടി. ഇവിടുത്തെ അഴിമതി പണം വെളുപ്പിക്കാനുള്ള ഒരു കേന്ദ്രമാണ് ദുബായ്. അതെല്ലാവർക്കും അറിയാം, എല്ലാ രാഷ്ട്രീയക്കാർക്കും അതറിയാം, എല്ലാ കലാകാരന്മാർക്കും അറിയാം. അതുകൊണ്ട് ഇത് അന്തിമമായ ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നത് വരെ അവർക്ക് വേറെ ഒന്നും വേണ്ട. അവർക്ക് ഈ കുടുംബത്തെ ഹരാസ് ചെയ്യണം, ജയിലിലടക്കണം എന്നൊന്നും ഉണ്ടാവില്ല. ആരാണ് യഥാർത്ഥ സേവനം ചെയ്തത്? ആർക്കാണ് പ്രതിഫലം വന്നത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് വീണ തൈക്കണ്ടിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് പണം വന്നത്? അത് എനിക്കറിയില്ല സാറേ എന്ന് അവൾ പറയുന്ന ആൻസർ ശരിയാണ്. അത് പക്ഷെ ആ ആൻസർ ശരിയാണെന്ന് തെളിയിക്കുന്നത് വരെ ED അന്വേഷണം തുടരും. അതാണ് കേരളം കേൾക്കാൻ കാത്തിരിക്കുന്നത്. അപ്പോഴേ ഇത് തെളിയുന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, വീണയുടെ സാന്നിധ്യത്തിൽ CISFന്റെ ഉദ്യോഗസ്ഥരെ കാവൽ നിർത്തിക്കൊണ്ട് HDFC ബാങ്കിൽ ഏതാണ്ട് 3 മണിക്കൂറോളം നീണ്ട പരിശോധനയാണ് ED ഉദ്യോഗസ്ഥർ നടത്തിയത്. ഈ നടത്തിയതിന് ശേഷം ഒരു കാര്യം വ്യക്തം, വീണയുടെ ഒരുപാട് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട രേഖകൾ അവർക്ക് കൃത്യമായിട്ട് കിട്ടി. ഇതൊക്കെ വെച്ചുകൊണ്ട് ആദ്യത്തെ ചോദ്യം ചെയ്യൽ വീണ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുരുക്കൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവര് ഈ റെയ്ഡിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഭരണകൂടത്തിലിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര ഡിപ്ലോമാറ്റ്സിന്റെ വഴി പോലും തിരിച്ചുവിടാനുള്ള ശേഷി ഇവർക്കുള്ളപ്പോൾ ദുബായിലും ഇവിടെയും എല്ലാ വീട്ടിലും, റിയാസിന്റെ വീട്ടിലൊക്കെ റെയ്ഡ് നടക്കുന്നതിന്റെ വിവരമൊക്കെ ഇവർക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ റെയ്ഡിൽ ഒരു കാര്യം വീണ സൂചിപ്പിച്ചിട്ടുണ്ടാവണം. ഇവരുടെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ രേഖകൾ കൊണ്ടുപോയി ബാങ്കിന്റെ ലോക്കറിൽ വെച്ചിട്ടുണ്ടാവണം. ഈ ഇടപാടിലെ അതാണ് വിസ്മയം അവിടെ കണ്ടെത്തും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബാങ്കിന്റെ ലോക്കറിൽ എന്താണ് സ്വർണം കൊണ്ടുവെക്കല്ലേ ചെയ്യുക? അതെ, അതിനപ്പുറത്തെ കാര്യമില്ല. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഈ സ്വപ്ന സുരേഷിന്റെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ ലോക്കറിൽ നിന്ന് ഒരുപാട് കെട്ടിന്റെ നോട്ടുകൾ നമുക്ക് കാത്തിരിക്കാം, എന്ത് സംഭവിക്കാം അല്ലേ കേരളത്തിൽ. ഓക്കെ, നോക്കാം. റൈറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.